എഴുതുന്നതിന് മുമ്പ് കൈവറച്ച് ഒന്ന് പനിച്ച് അതിനുശേഷമാണ് ഇത് എഴുതുക. എഴുതുന്നതിൽ പ്രണയമെന്നൊരു വാക്കുണ്ടാവില്ല, അങ്ങനെയുള്ള യാതൊരു കമ്മിറ്റ്മെൻറ്റ്സും ഉണ്ടാവില്ല. എന്നാലും ഹൃദയം തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്നതിൻ്റെ ഒരു വിശുദ്ധി ഉണ്ടാകും. ഇത് ക്ലാസ് മുറിയിൽ വെച്ച് നോട്ടുകൾ എന്തോ വളരെ സീരിയസ് ആയിട്ട് ഹിസ്റ്ററിയുടെ നോട്ട് എന്നൊക്കെ കള്ളം പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചാണ് കൈമാറുക. ഇത് വായിക്കുന്നതും ഇതേ വേവോടുകൂടിയാണ്, മറുപടി തരുന്നതും ഇങ്ങനെയാണ്. അങ്ങനെ ഒരു 10-80ഓളം 40 പേജിൻ്റെ നോട്ട് ബുക്കുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നാളുകൾ നീണ്ടു. അത് കഴിഞ്ഞ് ഞാൻ BA സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും വന്ന് BA ഫസ്റ്റ് ഇയറിന് വന്ന് ചേർന്നു. അപ്പോഴും ഞങ്ങളുടെ ഈ സൗഹൃദം തുടർന്നു പോന്നു. ഇത് പ്രണയമാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു, അവൾക്കും അറിയില്ലായിരുന്നു. ഒരു ദിവസം അവൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നോട് ഇനി പഠിക്കണ്ട, കല്യാണം കഴിച്ച് പോകാനാണ് വീട്ടുകാർ പറയുന്നത്, എന്താ തൻ്റെ അഭിപ്രായം? അപ്പം ഞാൻ പറഞ്ഞു, വീട്ടുകാരങ്ങനെ പറയുമ്പോൾ നല്ല പ്രായമല്ലേ, കല്യാണം കഴിച്ച് പോകണം, അതല്ലേ നല്ലത്. ആർ യു സീരിയസ്ലി സെയിങ് ദാറ്റ്? ഞാൻ പറഞ്ഞു അതെ. അന്ന് ഞാൻ ഈ വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് ആലോചിച്ചു, ഞാൻ ആ പറഞ്ഞത് അബദ്ധമാണോ സുബദ്ധമാണോ. പക്ഷെ ഞാൻ ആലോചിച്ചു, എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ ആന്തരിക അവിടെ എന്നിലെ കള്ളനായ സ്വാർത്ഥം തലപൊക്കുകയാണ്. ഇത് നിർലജ്ജം. ഞാൻ അവളോട് ഏറ്റു പറഞ്ഞിട്ടുള്ള കാര്യം, അവൾ എന്നോടും ചിരിച്ചുകൊണ്ട്, ഇന്നും ഞങ്ങൾ രണ്ടുപേരും മുത്തശ്ശനും ആയതുകൊണ്ട് ഫോണിലൂടെ ബന്ധപ്പെടാറുണ്ട്. ഞാൻ കണ്ടിട്ട് 10-35 വർഷങ്ങളായിരിക്കും. അങ്ങനെ ഇരിക്കുന്നു, എന്നെ കാണാറുണ്ട്, TV യിലും മറ്റുമൊക്കെ കാണുന്നുണ്ട്.